ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ ഈ ട്രിപ്പിൽ ഇത് ബ്രിസ്ബെയിൻ്റെ പാർട്ട് 3 ആണ്. ഇതിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത് സത്യത്തിൽ ബ്രിസ്ബെയിൻ്റെ സിറ്റി അതായത് ഒരു ഡേ വ്യൂവും നൈറ്റ് വ്യൂവും. അപ്പോൾ പകൽ എങ്ങനെ പോയാൽ സിറ്റി എങ്ങനെ ഇരിക്കും, രാത്രി എങ്ങനെ പോയാലിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പകൽ ഞങ്ങളെല്ലാവരും കൂടെ ബസ്സിനാണ് പോയത്. ബസ്സിലെന്താ പോയതെന്ന് വെച്ചാൽ പാർക്കിങ് ബ്രിസ്ബെയിനിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടുതലും ഉണ്ടായിരുന്നു. ഒരു കാറിൽ കൊള്ളാവുന്ന ആളല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ 2 വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു നല്ലത്, നമുക്ക് എല്ലാവർക്കും കൂടെ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് മെയിൻലി ഗേൾസ് ഔട്ടിങ് ആയിരുന്നു കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോളും സിൻസിൻ്റെ ചേട്ടൻ്റെ മോളും പിന്നെ ഞങ്ങൾ പിള്ളേരും എല്ലാവരും കൂടെ അങ്ങനെയാണ് പോയത്. അപ്പം ആണുങ്ങളാരും ഉണ്ടായിരുന്നില്ല, അവർ വേറെ പല കാര്യങ്ങളും അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ സിറ്റിയിൽ ചെന്ന് നമ്മൾ ഫസ്റ്റ് ഫെറിയിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ബ്രിസ്ബെയിൻ സിറ്റി ഫെറിയിലൂടെ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതമായ കാഴ്ചയാണെന്ന് മാത്രമല്ല, അത് ടോട്ടൽ ഫെറി ടൂർ എന്ന് പറയുന്നത് മിനിമം 3 മണിക്കൂറാണ് മൊത്തം കവർ ചെയ്യാൻ. പക്ഷെ നമ്മൾ പിള്ളേർ അത്ര നേരം ഇരിക്കില്ലാത്തത് കൊണ്ട് നമ്മളധികം 3 മണിക്കൂർ കവർ ചെയ്തില്ല. മാക്സിമം ഒരു 3-4 സ്റ്റോപ്പ് വഴി മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഫെറിയിൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസും ഉണ്ട്, ക്ലോസ് ആയിട്ടുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തിരിക്കേണ്ടവർക്ക് അകത്തിരിക്കാം, പുറത്തിരിക്കേണ്ടവർക്ക് പുറത്തിരിക്കാം. പിന്നെ ഈ ഫെറിയിൽ കയറുന്നതിന് ഒരാൾക്ക് ഫെയർ $2 ആകുന്നത്. അത് നമുക്ക് ആ ഫുള്ള് 3 hours യാത്ര ചെയ്യുന്നതിനും $2 ആകുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഫെറിയൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. നോക്കിയേ, നല്ല ഗ്ലാസിൻ്റെ ഡോറൊക്കെ വെച്ചാണ് അവരുടെ എൻട്രൻസ് ഒക്കെ വെച്ചേക്കുന്നത്. നമ്മുടെ ഫെറി ട്രിപ്പ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫെറി ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാണ്. അപ്പോൾ നമ്മൾ ബ്രിസ്ബെയിനിൽ പോകുന്ന നിങ്ങളുടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട സംഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടമാകും. പിള്ളേരുമായിട്ടൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. ഫെറി ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയത് ഫെറസ് വീൽ കാണാനാണ്. ഫെറസ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആകാശ ഊഞ്ഞാൽ. അപ്പോൾ ബ്രിസ്ബെയിനിലെ സിറ്റിയിലുള്ള ഒരു വലിയൊരു സംഭവമാണ് ഈ ഫെറസ് വീൽ. അപ്പോൾ ഇത് പകൽ കാണാനും നല്ല രസമാണ്, രാത്രിയും കാണാൻ നല്ലതാണ്. അപ്പം നമ്മൾ പകൽ വന്ന് കണ്ടിട്ട് രാത്രി ഇതിൽ കയറുന്ന ഒരു വീഡിയോയും ഞാൻ എൻ്റെ കൂട്ടത്തിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ആകെ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ, എന്നിട്ട് നമ്മൾ തിരിച്ച് പോയി. സിറ്റി ടൂർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോയത് മൗണ്ട് കുത്ത എന്ന് പറഞ്ഞിട്ടൊരു മൗണ്ടനിലേക്കാണ്. അപ്പോൾ ആ മൗണ്ടനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബ്രിസ്ബെയിൻ സിറ്റി മൊത്തം നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ലൈറ്റ് ഒക്കെ ആയിട്ട് കാണുന്നതാണിത് കേട്ടോ. നല്ല രസമാണ്. ഫുള്ള് ഫെറസ് വീൽ വരെ അവിടെ നിന്ന് നോക്കിയാൽ, സൂം ചെയ്ത് നോക്കിയാൽ ഫെറസ് വീൽ വരെ കാണാൻ പറ്റും. നല്ല രസമാണ് കാണാൻ. നമ്മളവിടെ പോയി
പിള്ളേരെയൊക്കെ ആയിട്ട് പോയിട്ട് കുറച്ച് നേരം നല്ല ആ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു. എന്നിട്ട് നമ്മൾ പിന്നെ സിറ്റിയിലേക്ക് ഈവനിങ് ലൈറ്റ് കാണാൻ വേണ്ടി, ഈവനിങ് സിറ്റിയുടെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി പോവുകയാണേ. ബൈനോക്കുലറിൽ കൂടി ഉണ്ടല്ലോ, നമുക്ക് നോക്കിയ ബ്രിസ്ബെയിൻ സിറ്റി കാണാം. ഇവിടെ ഒരു കോയിൻ ഇൻസേർട്ട് ചെയ്യണം, നല്ല കാണാൻ പറ്റുള്ളൂ, അല്ലേ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഈവനിങ് ട്രിപ്പ് യാത്ര. ഇതെൻ്റെ ഫ്രണ്ട് ജീനയാണ്. ജീനയും സിൻസനും, ജീനയുടെ ഹസ്ബൻഡും മഹേഷ് ചേട്ടനും പിള്ളേരും ഞങ്ങളുടെ പിള്ളേരും എല്ലാവരും കൂടെയാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ഈവനിങ്ങും ഇതുപോലെ ബസ്സിനാണ് പോയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാം നടന്ന് കാണാനും ഒക്കെ വേണ്ടി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അന്വേഷിച്ചൊക്കെ സമയം പോകുമല്ലോ. അപ്പം നമുക്ക് സിറ്റിയിൽ തന്നെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എല്ലായിടത്തേക്കും പോകാൻ ഈസി ആയിട്ട് ഉള്ള അതിന് വേണ്ടി നമ്മൾ അങ്ങനെയാണ് പോയത് കേട്ടോ. ഇതാണ് ബ്രിസ്ബെയിൻ സിറ്റിയുടെ നടുഭാഗത്ത് നിന്നുള്ള ഒരു പിക്ചർ. ഇത് അവിടുത്തെ ഒരു ഫേമസ് ലാൻഡ് മാർക്കാണ് കേട്ടോ, ഈ ബ്രിസ്ബെയിൻ എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടുത്തെ സിറ്റിയിലെ വ്യൂ എല്ലാം കഴിഞ്ഞ് ലൈറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോയത് ഫെയറസ് വീൽ കാണാനാണ്. കാണാൻ മാത്രമല്ല കയറാനും. അപ്പം നമ്മൾ 2 സെഷനായിട്ടാണ് നമ്മൾ കയറിയത്. പിള്ളേരെല്ലാം കൂടെ ഒരു സെഷനിൽ കയറി, നമ്മൾ വലിയവരെല്ലാവരും കൂടെ ഒരു സെഷനിൽ കയറി. നല്ല രസമായിരുന്നു. സിറ്റി അതിനകത്തു നിന്ന് ഫുള്ള് ഇവരിങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് നന്നായിട്ട് വ്യൂ ആയിട്ട് കുറേ മേളിൽ നിന്നുള്ള ഹൈ വ്യൂ ഒക്കെ കാണാൻ പറ്റി. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളതിനകത്തൊരു പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തു. കുട്ടു വേണം, കൂട വേണം, പുരാവ വേണം. ഓ കുട്ടനാടൻ കുഞ്ചയില് ചുവണ്ണേ കുയിലാളി. കുട്ടു വേണം, കൂട വേണം, പുരാവ വേണം. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ നഗരേതോ. പാട്ടൊക്കെ പാടി തകർത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് സ്കൈ ഡെക്ക് കാണാനാണ്. സ്കൈ ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പൊക്കമുള്ളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ബാൽക്കണി മൊത്തം ഗ്ലാസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് താഴെ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു പ്രത്യേക സംഭവമാണ്. നമ്മൾ ദുബായിലൊക്കെ പോകുമ്പോൾ ദുബായ് ഫ്രെയിമിൽ കയറുന്ന പോലെ ഇരിക്കും. അപ്പോൾ അതിലേക്ക് കയറാൻ ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിൽ കയറി എല്ലാം കണ്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ഗ്ലാസിൻ്റെ മുകളിൽ അവിടെ ചെറിയൊരു ഡോട്ട് പോലെ കുത്തിട്ടേക്കുന്നതുകൊണ്ട്
അത്ര സ്കെയറി അല്ല ദുബായിലെ തന്നെ. പക്ഷേ അതിനിടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ താഴെ നിന്ന് ഡീപ്പായിട്ട് വണ്ടിയൊക്കെ പോകുന്നത്. എനിക്കിച്ചിരി ഹൈറ്റ് പേടിയുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അതിലേക്ക് കാലൊക്കെ വെക്കാൻ. പക്ഷേ നോക്കിയില്ലെങ്കിൽ താഴോട്ട് നോക്കാതെ നമ്മൾ പ്ലെയിനായിട്ട് നടന്ന് കയറുവാണെങ്കിൽ നമുക്കങ്ങനെ വലിയ ഫീലിംഗ് തോന്നില്ല. അല്ലാതെ ഇങ്ങനെ കാല് വെക്കുമ്പോൾ ചെറിയൊരു പേടി തോന്നി. ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും ഒരുമാതിരി ടയേർഡായി. പിന്നെ നമുക്ക് വിശപ്പിൻ്റെ വെളിയായി. അപ്പം നമ്മളൊരു തിന്നാനൊരു എന്തെങ്കിലും ഒരു കടയുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഒരു തായ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ ആ തായ് റെസ്റ്റോറൻറ്റിൽ പോയി നമ്മുടെ ഫേവറേറ്റ് സംഭവം ഫുഡടി തുടങ്ങി. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു വൈനൊക്കെ കുടിച്ച്, ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ നമ്മൾ ചെറിയൊരു വൈനൊക്കെ കുടിച്ച് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് വന്ന് ഒറ്റ ഉറക്കം. നല്ലതായിട്ട് ക്ഷീണിച്ചത് കൊണ്ട് പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വെളിയിലെ ഫുഡായതുകൊണ്ട് അതിന് വേറൊരു ഇൻട്രസ്റ്റ് പിന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നല്ല ഫ്രൈഡ് റൈസും നമ്മുടെ തായ് നല്ല ഫുഡുകളൊക്കെ കുറേ ഡിഷസൊക്കെ കഴിച്ചു. എല്ലാവരും എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീട്ടിലേക്ക് ബസ് കയറാൻ വേണ്ടി പയ്യെ നടന്നു. അങ്ങനെ നമ്മുടെ ബ്രിസ്ബെയിനിലെ പിന്നൊരു ദിവസവും അവസാനിച്ചു. അപ്പം നമ്മുടെ ഈ ബ്രിസ്ബെയിൻ സിറ്റി ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം ഫൺ ടെക് ടീം ഓസ്ട്രേലിയ.